പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റുഹായുടെയും തിരുനാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 2-ാം അധ്യായം 17-18 വാക്യങ്ങൾ. ജെറമ്യാ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് ഇങ്ങനെ പൂർത്തിയായി. രാമായിൽ ഒരു സ്വരം കേട്ടു, വലിയ കരച്ചിലും മുറവിളിയും. റാഹേൽ അവളുടെ സന്താനങ്ങളെക്കുറിച്ച് കരയുന്നു. ആശ്വസിപ്പിക്കപ്പെടുവാൻ അവൾ സമ്മതിക്കുന്നില്ല, എന്തെന്നാൽ അവർ ഇല്ലാതായിരിക്കുന്നു. ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ദുർവിധികൾ മാത്രം പ്രവചിക്കുകയും അവ തൻ്റെ കൺമുമ്പിൽ കാണുന്ന അവസ്ഥയിലൂടെ കടന്നു പോവുകയും ചെയ്ത ഒരു പ്രവാചകനാണ് ജെറമ്യാ പ്രവാചകൻ. ഉണ്ണി യേശുവിനു വേണ്ടി കൊല ചെയ്യപ്പെട്ട നിരപരാധികളായ കുഞ്ഞുങ്ങളെക്കുറിച്ചും ജെറമ്യാ പ്രവാചകൻ തന്നെയാണ് പ്രവചിച്ചത്. എൻ്റെ ചുറ്റുമുള്ളവരുടെയും എൻ്റെ കൂടെയുള്ളവരുടെയും വേദനകളും രോഗങ്ങളും ഒക്കെ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, അവരും നിരപരാധികളായിരുന്നിട്ടും ഇതൊക്കെ സഹിക്കുന്നല്ലോ എന്ന്. അപ്പോഴൊക്കെ ഒരപരാധവും ചെയ്യാതിരുന്നിട്ടും കുരിശിക്കപ്പെട്ട യേശു എന്നെ നോക്കുക മാത്രം ചെയ്തു. ശിശുവായി ഈ ലോകത്തിൽ പിറന്ന യേശുവെ, നിരപരാധികളായി എല്ലാ ദിവസവും കൊല്ലപ്പെടുന്ന ഗർഭസ്ഥ ശിശുക്കളെ നീ ഓർക്കണമേ.